മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ. ജെറുസലേം നഗരം മുഴുവൻ ഇളകി വശായി എന്നാണ് വചനം പറയുക. കാരണം ഒരു വിശിഷ്ടാതിഥി ഇന്ന് ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പരിചിതനായിട്ടുള്ള അതിഥിയാണ്, മറ്റാരുമല്ല, നമ്മുടെ ഈശോ ഒരു ഇടവേളയ്ക്ക് ശേഷം ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജെറുസലേം നഗരം ഒത്തിരിയേറെ വിശിഷ്ടാതിഥികളെ കണ്ടിട്ടുണ്ട്. കാരണം ജെറുസലേം വളരെ പ്രധാനപ്പെട്ടൊരു നഗരമായിരുന്നതുകൊണ്ട് ഒത്തിരിയേറെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വ്യവസായികളും സാംസ്കാരിക സാമൂഹിക നേതാക്കളും ഒക്കെ അവിടേക്ക് വരികയും അവർക്ക് വലിയ സ്വീകരണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവരുടെ അധികാരവും ആർഭാടവും അല്ലെങ്കിൽ ഒത്തിരിയേറെ പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങളുമൊക്കെ ഈ ജനം അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സ്വീകരണങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് ഈശോയ്ക്ക് ലഭിക്കുക. ഈശോ ഒരു കഴുതപ്പുറത്ത് വിനയാന്വിതനായി കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജകീയ പ്രവേശനം എന്ന് വേണമെങ്കിൽ പറയാം. വിനയാന്വിതനായി കടന്നു വരുന്നു. ഈശോയെ കണ്ട മാത്രയിൽ തന്നെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്താൽ തുള്ളിച്ചാടുകയാണ്. ആ സ്വീകരണം വളരെ വ്യത്യസ്തമായ സ്വീകരണമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ചെണ്ടമേളവും ബാൻഡ് മേളവും പൂക്കളും കൊടി തോരണങ്ങളൊക്കെ ആയിട്ട് ആ സ്വീകരണം നീണ്ടുപോകും. എന്നാൽ ഇവിടെ ഈശോയെ അവരിൽ ആകർഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, വളരെ വിനയാന്വിതനായി വരുന്ന ആ രാജാവിനെ അവർ വളരെ വിനയത്തോടുകൂടെ തന്നെ ഒട്ടും മുന്നൊരുക്കങ്ങളില്ലാതെ സ്വീകരിക്കുകയാണ്. ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വിനയാന്വിതനായി കടന്നു ചെല്ലാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ജെറുസലേം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈശോ അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. കാരണം തങ്ങൾക്ക് വിശന്നപ്പോൾ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയവൻ, തങ്ങളിൽ പലരുടെയും രോഗങ്ങൾ സുഖപ്പെടുത്തിയവൻ, തങ്ങളിൽ പലരും അന്ധരായിരുന്നു, അവർക്ക് കാഴ്ച നൽകിയവൻ, രോഗികളായിരുന്നവരെ, തളർവാദ രോഗികളെ, കുഷ്ഠരോഗികളെയൊക്കെ സുഖപ്പെടുത്തിയവൻ, തങ്ങളുടെ തോളിൽ കൈയിട്ട് സംസാരിച്ചവൻ, തങ്ങളെ ചേർത്ത് നിർത്തിയവൻ, പാപികളും വ്യഭിചാരികളുമായിരുന്ന തങ്ങളിൽ പലരെയും തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചവൻ. അപ്പോൾ ഈശോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും പ്രിയപ്പെട്ട രാജാവാണ്. ആ രാജാവാണ് വിനയാന്വിതനായി ഒരു കഴുതപ്പുറത്ത് കയറി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ട ഒരു ഓശാന നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സന്ദേശം വിനയാന്വിതരായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് കിട്ടിയ സ്വീകരണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ സ്വീകരണങ്ങളിലും ഒത്തിരിയേറെ കൃത്രിമത്വം ഉണ്ടാകും. കാരണം യഥാർത്ഥമായ എല്ലാ സ്വീകരണങ്ങളും കൃത്രിമത്വം നിറഞ്ഞതാണ്. ചിലപ്പോൾ വരുന്നവർ തന്നെ ഒത്തിരി അണിഞ്ഞൊരുങ്ങി ആകർഷകരായിട്ട് വരും. ചിലപ്പോൾ അവർ ചില പൊയ്മുഖങ്ങളൊക്കെ കാണിക്കും. സ്നേഹമില്ലെങ്കിലും സ്നേഹം നടിക്കും, സന്തോഷമില്ലെങ്കിലും ചിരിച്ച് കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. പക്ഷേ ഈശോയുടെ സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ അങ്ങേറ്റം ആത്മാർത്ഥതയോടുകൂടെ കടന്നു വരികയാണ്. കാരണം യാതൊരു പൊയ്മുഖങ്ങളും ഇല്ല. വിനയാന്വിതനായി സാധാരണക്കാരനായി അവരുടെ ഇടയിലേക്ക് ഈശോ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് കിട്ടുന്ന സ്വീകരണവും അവരുടെ ഹൃദയത്തിൽ നിന്നാണ്. അവരുടുത്തിരുന്ന മനോഹരമായ വസ്ത്രങ്ങളുടെ പുറംകുപ്പായങ്ങൾ അവർ വിരിക്കുന്നു. അവിടെ കണ്ട് ഒലിവില്ല ചില്ലകളൊക്കെ എടുത്ത് അവർ വീശുന്നു. വളരെ സ്നേഹത്തോടുകൂടെ അവർ ഈശോയെ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓശാന നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം കൃത്രിമത്വങ്ങളില്ലാതെ ജീവിക്കാനായിട്ടാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒത്തിരിയേറെ കൃത്രിമമായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷകമാകാനൊക്കെ വേണ്ടി മേക്കപ്പ് ഒക്കെ ഇടാറുണ്ട്, സ്വാഭാവികം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഇല്ലാത്ത സ്നേഹം നടിക്കും, ചിലപ്പോൾ നമ്മൾ സ്നേഹമില്ലെങ്കിലും സ്നേഹിക്കുന്നത് പോലെ കാണിക്കും, സന്തോഷമില്ലെങ്കിലും ചിലരെയൊക്കെ നോക്കി നമ്മൾ ചിരിക്കും, ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചില സഹായങ്ങളും നന്മകളും ഒക്കെ നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഓശാനയുടെ സന്ദേശം രണ്ടാമതായിട്ട് പറയുന്നത് കൃത്രിമത്വമില്ലാതെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാനും സഹായിക്കാനും ഇടപെടാനുമായിട്ടാണ്. മൂന്നാമത്തെ ഓശാനയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ, ഈശോ ഇത്രയേറെ സ്വീകരണങ്ങളൊക്കെ കിട്ടി ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു.
പ്രവേശിച്ചു കഴിഞ്ഞ ഉടനെ ഈശോ കാണുന്നത് ആ ദേവാലയത്തിന് നിരക്കാത്ത വ്യാപാരങ്ങൾ അവിടെ നടക്കുന്നതാണ്. തന്നെ സ്വീകരിച്ചവരിൽ പലരും ആ വ്യാപാരങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അവിടെ ഈശോ തൻ്റെ ദൗത്യം മറക്കാതെ അവരെല്ലാം ശാസിക്കുകയും ആ വ്യാപാരങ്ങളൊക്കെ തട്ടിമറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെ സ്വീകരിക്കുന്നവരുണ്ടാകാം, നമ്മളെ അവഗണിക്കുന്നവരുണ്ടാകാം, ചേർത്ത് പിടിക്കുന്നവരുണ്ടാകാം, മാറ്റി നിർത്തുന്നവരുണ്ടാകാം, പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകാം, നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകാം. ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ എന്നും നന്മയ്ക്കും സത്യത്തിനും വേണ്ടി നിലനിൽക്കണം. ദൈവത്തിന് നിരക്കാത്ത വ്യാപാരങ്ങൾ എവിടെ കണ്ടാലും അതെന്നെ സ്വീകരിക്കുന്നവരായിക്കൊള്ളട്ടെ, അവഗണിക്കുന്നവരായിക്കൊള്ളട്ടെ, അതിനെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഓശാനയുടെ 3-ാമത്തെ സന്ദേശം അതാണ്. വിനയാന്യതനാകുമ്പോഴും യാതൊരു കൃത്രിമത്വമില്ലാതെ ആത്മാർത്ഥമായിട്ട് ജീവിക്കുമ്പോഴും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ധൈര്യം കൂടി സ്വന്തമാക്കണമെന്നാണ് ഓശാന നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഈ 3 നന്മകൾ ഈ ഓശാനയിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. വിനയാന്യതരായി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം. യാതൊരു കൃത്രിമത്വമില്ലാത്ത ചിരിയും സ്നേഹവും സൗഹൃദവും സഹായവും ചെയ്യാൻ നമുക്ക് സാധിക്കാം. അതോടൊപ്പം തന്നെ തെറ്റുകൾ കാണുമ്പോൾ ധൈര്യത്തോടെ ധീരതയോടെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ള ആത്മശക്തി നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമ്പോൾ ഈ ഓശാന നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തമാവുകയാണ്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ഓശാനയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ആമേൻ.